നിയന്ത്രണത്തോടെ മാത്രം ഈ ഭക്തരെ കടത്തിവിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ SJR കുമാർ, നമ്മൾ ജനം TV പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ എത്രയോ അങ്ങേയറ്റം ആശങ്ക ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണാതീതമായി ഇങ്ങനെ തുടരുകയാണ്. അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും പാളിയിരിക്കുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ശ്രീ SJR കുമാർ, അതായത് ഈ അവിടുത്തെ സംവിധാനങ്ങൾ ഒന്നും വേണ്ട തരത്തിൽ നോക്കുന്നില്ല. അതുപോലെ തന്നെ ഭക്തജനങ്ങൾ എത്ര പേര് പ്രവേശിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഇതുപോലെ തന്നെ സാഹചര്യം ഉണ്ടാവുകയും അവിടെ തിരക്ക് വർദ്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. മണിക്കൂറുകളോളം, ചിലപ്പോൾ 24 മണിക്കൂർ 26 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ട സ്ഥിതി വരികയും അത്തരത്തിൽ പലരും ദേഹാസ്വാസ്ഥ്യം മൂലം മയങ്ങി വീഴുകയൊക്കെ ചെയ്തൊക്കെ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല ചില മാസപൂജകൾ തന്നെ ഇപ്പൊ സംഭവിച്ചതുപോലെ അവർക്ക് ക്രമാതീതമായ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ, അതുപോലെ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാതെ, ദാഹജലം പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ച വിഷയമൊക്കെ ഇതുപോലെ മറ്റൊരു സമയത്ത് രാത്രി തന്നെ ഇതുപോലെ സംഭവിച്ചായിട്ടൊക്കെ നമ്മൾ കണ്ടു. അതായത് വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ ദേവസ്വം ബോർഡ് ഇതെല്ലാം കാണുന്നത്. വേണ്ട നിയന്ത്രണം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് അവിടെ പെട്ടെന്ന് പ്രവേശിച്ച് ദർശനം നടത്തി പോകാനുള്ള സൗകര്യം ഒരുക്കാതിരിക്കുക. പിന്നെ ഈ വിർച്വൽ ക്യൂ സംവിധാനം ഉണ്ട്, ഇത് വരുന്നവരെ ഈ അത്തരത്തിൽ നിയന്ത്രിക്കും എന്നൊക്കെ പറയുന്നത് എത്തരത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ എത്തരത്തിലൊരു ക്രൗഡ് മാനേജ്മെന്റ് വേണ്ട തരത്തില് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അയ്യപ്പഭക്തന്മാര് ശരിക്കും പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അവർക്ക് കടന്നു പോകാനും ബുദ്ധിമുട്ടില്ല, അവർക്ക് കംപ്ലൈന്റ് ഇല്ല. പക്ഷെ പരസ്പരം സഹായിച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ സാധാരണയിൽ ഇത്രയധികം തിരക്ക് വരുന്ന സമയത്ത് എന്തും സംഭവിക്കാം. അപ്പൊ അവിടെ അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തില് ഇപ്പൊ ഈ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ വളരെ വൈകിയ സമയത്ത് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കി അവർക്ക് വിശ്രമിക്കാനും ഒക്കെയുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരുക്കേണ്ട ഒരു ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട്. അവിടെ പക്ഷെ അത്തരത്തിലൊന്നും ഒരു നീക്കവും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വളരെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പോലീസിന്റെ സാന്നിധ്യം വളരെ കുറവായിട്ട് പരിമിതമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് ഇത് മുൻകൂട്ടി കാണഞ്ഞിട്ടാണോ അതോ ഇത്തരത്തിൽ ഒരു പ്രശ്നം അവിടെ വളരെ ആളുകൾ വന്നിട്ട് ഇത്തരത്തിലൊരു സ്റ്റാമ്പേഡ് പോലും ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ എന്ന് പോലെ സംശയിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ അവിടെ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. വളരെയധികം നന്ദി ശ്രീ SJR കുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ